കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട്, അതിന് പോകാനായിട്ട് റെഡി ആകാനായിട്ട് നിന്നപ്പോഴത്തേക്കും ഉമ്മ എന്നോട് പറഞ്ഞ് ഒന്നും മോള് ചെയ്യണ്ട, ആ മുറ്റം ഒന്ന് തൂത്ത് തന്നിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ കേൾക്കുന്നതിനെക്കാട്ടി മുന്നേ ഈസ കേട്ടു അത്. അങ്ങനെ ആദ്യം അവനൊരു ചെറിയ ചൂലൊക്കെ എടുത്തിട്ട് വന്ന് മുറ്റം തൂത്തൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ റെഡിയായി കല്യാണത്തിനെത്തി. ഞാനും ഈസാപ്പി മാത്രമാണ് കേട്ടോ പോയത്. എനിക്കും ഐശുവിനും ഓൾമോസ്റ്റ് ഫുള്ളും കോമൺ ഫ്രണ്ട്സ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികം കോമൺ ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതലും. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവളുടെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ ഞാൻ അന്നെന്തോ കണ്ടതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. കാണാൻ പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവളങ്ങ് എറണാകുളത്ത് അവളുടെ വീട്ടിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ ഇന്നപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്നിച്ചൊരു ഫ്രെയിമിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഐശുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. ഈ കൂട്ടത്തിൽ മെയിനായിട്ട് നിൽക്കേണ്ട ആളായിരുന്നു കേട്ടോ. ഐശു അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, എല്ലാവരും വന്നതും കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട്. ഐശു എന്നോട് പറയുവാ, ഈ കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യം കെട്ടവന് ഞാനാണെന്ന്. ഒരു വിധത്തിൽ നോക്കിയാൽ എല്ലാവരും, ഐശുവിൻ്റെ മിക്ക ഫ്രണ്ട്സും പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ളവന് അഷ്റഫാണെന്നാണ്. അത് വേറൊന്നും കൊണ്ടല്ല, 2 മാസം കൂടുമ്പോൾ 20 ദിവസം നാട്ടിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഐശുവിന് ഒരു കല്യാണം കൂടാനുള്ള ഭാഗ്യം കിട്ടാറില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചത് കിച്ചണിലിരുന്നായിരുന്നു കേട്ടോ. അത് വേറൊരു വൈബായിരുന്നു. ഇതാണ് പുതിയാപ്പിള. ഒരു സമയത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതുകൊണ്ട് ഇവനായിരുന്നു കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഇവനായിരുന്നു വിളിക്കുന്നത്. ഇപ്പോൾ അവനങ്ങ് സൗദിയിലൊക്കെയാണ്, അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾക്കൊന്നും കിട്ടാറില്ല. പക്ഷേ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ കല്യാണത്തിനാണ് അവനെ കണ്ടത്. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ പോയപ്പോഴത്തേക്കായിരുന്നു ഇവന്മാർ ഈസാപ്പിയെ കണ്ടത്. ഇവന്മാരെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഈസായെ വിളിച്ചിരുത്തി കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് സർവ്വമായം കാണാൻ പോയി.